Hi, JMain 2026 January 28th shift 1 question ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Yes, let's go through the question. Two circular discs of radius each 10 centimeter are joined at their centers by a rod of length 30 centimeter. അതിൻ്റെ മാസ് 600 gram as shown in figure. യെസ്, അപ്പോൾ രണ്ട് സർക്കുലർ ഡിസ്ക് ഇവിടെ തന്നിട്ടുണ്ട്. അവർ തമ്മിലൊരു റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. റേഡിയസ് രണ്ടും 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ആൻഡ് മാസ് ഓക്കെ. യെസ്, റോഡിൻ്റെ മാസ് 600 gram ആണ്. 600 gram റോഡിൻ്റെ മാസ്. റെഡി. ഇഫ് ദ മാസ് ഓഫ് ഈച്ച് ഡിസ്ക് ഈസ് 600 gram. ഓ, ഡിസ്കിൻ്റെ മാസും 600 gram. ഓരോ ഡിസ്കിനും 600 gram മാസുണ്ട്. And applied torque between the discs is 43 into 10 raised to 5 dyne centimeter. Okay. അപ്പോൾ ടോർക്ക് അപ്ലൈഡ് എത്രയാണ്? 43 into 10 raised to 5 ഡൈൻ സെൻറ്റിമീറ്റർ. ഇവിടെ റൊട്ടേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. ദ ആംഗുലാർ ആക്സലറേഷൻ ഓഫ് ഡിസ്ക് എബൌട്ട് ദ ഗിവൺ ആക്സിസ് എ ബി. എബൌട്ട് ദിസ് ആക്സിസ് ആംഗുലാർ ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ ടോർക്ക് തന്നിട്ടുണ്ട്. ടോർക്കും ആംഗുലാർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. അപ്പോൾ ചെയ്യാനുള്ള ബേസിക് ഐഡിയ വളരെ സിമ്പിൾ ആണ് അല്ലേ? ബേസിക് ഐഡിയ എന്താണ്? ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ ആണ്. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ആൽഫ ആണ് ചോദ്യം. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു ടോ ഡിവൈഡഡ് ബൈ ഐ കണ്ടാൽ പ്രശ്നം കഴിഞ്ഞു. അതിൽ ടോ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ക്വസ്റ്റിന് എന്ത് മാത്രമേ ഉള്ളൂ? ശരിക്കും ഐ കണ്ടെത്തുക. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിസ്റ്റം എബൌട്ട് ദിസ് പെർട്ടിക്കുലർ ആക്സിസ് എ ബി. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സിസ്റ്റം എബൌട്ട് ദ ആക്സിസ് എ ബി കണ്ടെത്തുക എന്നുള്ളതാണ് ടാസ്ക്. യെസ്, നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ദിസ് ആക്സിസ് കണ്ടെത്തണം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആക്സിസ് മിഡ് പോയിന്റിലല്ല. ആക്സിസ് മിഡ് പോയിന്റിലല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കൂ, ഞാനപ്പോൾ മിഡ് പോയിന്റിലൂടെ ഞാനൊരു ലൈൻ ഇവിടെ വരയ്ക്കാം. ഇത് മിഡ് പോയിന്റിലൂടെ. യെസ്, അപ്പോൾ സപ്പോസ് ഇതാണ് മിഡ് പോയിന്റ് എന്ന് വിചാരിക്കുക. ഓ ആണ് റോഡിൻ്റെ മിഡ് പോയിന്റ്. യെസ്, നമുക്ക് വേണ്ടത് ഈ ആക്സിസ് അല്ല, നമുക്ക് വേണ്ടത് എ ബി ആക്സിസിലാണ് വേണ്ടത്. അപ്പം ഞാൻ ആദ്യം മൂമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഡിസ്ക്, ഇത് ഡിസ്ക് 1, ഇത് ഡിസ്ക് 2 എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഐ ഡിസ്ക് 1 ഐ D1 എന്ന് കൊടുക്കുക കേട്ടോ, സിംപ്ലിസിറ്റിക്ക്. ഐ D1 എന്ന് കൊടുത്തു. ഐ D1 എന്ന് പറഞ്ഞാൽ ഈ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ദിസ് ആക്സിസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ആദ്യം കണ്ടെത്തണം. എന്നിട്ട് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യണം. ശരിയല്ലേ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ, ദെൻ പാരലൽ ആക്സിസ് തിയറം. യെസ്, നമുക്ക് തുടങ്ങാം. ആ മൂമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് അത് എത്ര ഉണ്ടാവുക? mr²/4 അല്ലേ? mr²/4 എബൌട്ട് ദ ഡയമീറ്റർ. അപ്പോൾ mr² ഡിവൈഡഡ് ബൈ 4 പ്ലസ് മാസ് ഓഫ് ദ ഡിസ്ക് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സസ്, പാരലൽ ആക്സസ്. ഓക്കെ, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ അവിടെ നിൽക്കട്ടെ, ഞാനതിന് D1² എന്ന് കൊടുത്തു. D1². ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതൊക്കെ CGS യൂണിറ്റ്സ് ആണ്. ഞാൻ CGS യൂണിറ്റ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. CGS യൂണിറ്റ്സിൽ കണ്ടിന്യൂ ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഫൈനലി ഇവിടെ ആൻസർ തന്നത് SI ആണ്. ഫൈനലി SIയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ മാസ് 600 കൊടുക്കാം. അപ്പോൾ 600 ഇൻറ്റു റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്, 10² ഡിവൈഡഡ് ബൈ 4 പ്ലസ് 600 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഇവിടെ രണ്ട് പാരലൽ ആക്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതും 10 ആണ്. അപ്പോൾ 10². ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 600/4 നമുക്ക് 150 രണ്ട് സീറോസും കൂടെ പ്ലസ് അവിടെ 600 ദെൻ രണ്ട് സീറോസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 + 15 75 3 zeros. ഓക്കെ, അത്രയും ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ അവിടെ നിൽക്കട്ടെ.
യെസ്. ഇനി ID2 എടുത്തു. ID2ലെയും ഈ പാർട്ട് മാറ്റില്ല, mr²/4. അതെന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ആണ്. അപ്പൊ അതിൽ കൺഫ്യൂഷൻ ഇല്ല, അത് 15,000 തന്നെ. മനസ്സിലായല്ലോ? പ്ലസ് md2² എന്നാ വരിക, md2². ഞാൻ വേണമെങ്കിൽ ആ ഇക്വേഷൻ കൂടെ എഴുതാം. ആ ഇക്വേഷൻ നമുക്ക് എഴുതി തന്നെ പോവാം. mr²/4 പ്ലസ് md2². That is 15,000 plus 600 into ഇവിടെ d2 എന്ന് പറയുന്നത് ഇതാ പാരലൽ ആക്സസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ, ദാറ്റ് ഈസ് 20 ആണ്. അപ്പോൾ 20² ദാറ്റ് ഈസ് 400 ഡിവൈഡ് നോ ഡിവിഷൻ, mr² അല്ലേ, md2² ആണ്. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ 6×4 24. അപ്പോൾ 24ഉം ഓക്കെ. അപ്പോൾ എത്ര ഉണ്ടാവും അത്? ദാറ്റ് ഈസ് ഇത് 15,000 തന്നെയല്ലേ, 15,000 അത് 24 ദെൻ 4 zeros. അപ്പോൾ 240,000 ആണ്. 240,000ഉം 15,000 ആണ്, പ്ലസ് 15,000 ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ ID2 നമുക്ക് കിട്ടുന്നു 0 0 ദെൻ 552 gram centimeter square. യെസ്. ഇനി നമുക്ക് ഒരാളും കൂടെ ബാക്കിയുള്ളൂ. അതാരാ? റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ലെറ്റ് മീ ടേക്ക് ദ ഫിഗർ ഇൻ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. യെസ്. പക്ഷെ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണുമ്പോഴും നിങ്ങൾ വെരി മച്ച് കെയർഫുൾ. കാരണം നേരെ ml²/12 അടിക്കരുത്. നേരെ ml²/12 അടിച്ചാലുള്ള പ്രശ്നം എന്താ? അത് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ റോഡാണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഈ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ദിസ് ആക്സിസ് അല്ല, എബൌട്ട് AB ആ വേണ്ടത്, എബൌട്ട് AB. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ I road that is equal to സെന്റർ ഓഫ് മാസിലൂടെ ഉള്ളത്. എഗെയിൻ അവിടെയും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം. CMലൂടെ ഉള്ളത് ml²/12, ml² ഡിവൈഡഡ് ബൈ 12 പ്ലസ് m ഇൻറ്റു d². ഓക്കെ. ഇവിടെ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ റോഡാ. ലെങ്ത് ഓഫ് ദ റോഡ് എത്ര? 10 + 20 30 ആണ്. അപ്പോൾ 600 ഇൻറ്റു 30² ഡിവൈഡഡ് ബൈ 12 പ്ലസ് 600 ഇൻറ്റു ആ ആക്സിസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ അതെത്ര? അത് ഇതാ 20. ഇതെത്രയാണ്? ഇത് 20. ആ 20ന്ന് 30ന്റെ പകുതി പോണം അല്ലേ? അപ്പോൾ എത്ര? 50. 20 - 15 5 അല്ലേ ഇതുണ്ടാവുക? ദിസ് ഈസ് 5 സെന്റിമീറ്റർ ആണ്. therefore 5² that is 25. ഒക്കെ CGSലാണ്. എല്ലാം നമ്മൾ ചെയ്തത് CGSലാണ് എന്ന് മറക്കരുത്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 12ഉം 6ഉം കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ 100 കൊടുത്തു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു 2 ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ, 6ഉം 12ഉം കട്ട് ചെയ്തു. റെഡി. അപ്പോൾ 50 കിട്ടി അവിടെ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പം 900ന്റെ പകുതി 450 ദെൻ 2 0 പ്ലസ് 0 then 150. Therefore this is equal to 60,000 gram centimeter square. 60,000 gram centimeter square. Now എല്ലാ മൊമെന്റ് ഓഫ് ഇനേഷ്യകളും ഒരു കോമൺ ആക്സിസിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആഡ് ചെയ്യാം. ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ I is equal to ആരൊക്കെ ഉള്ളത്? 75,000
ഇവിടെ 255,000. യെസ്, അപ്പോൾ 255 75. ദെൻ ഇവിടെ ആരാളുള്ളത് 60. യെസ്, 0 12 18 19 390. therefore 390,000 gram centimeter square total moment of inertia I1, അതായത് രണ്ട് ഡിസ്കിൻ്റെയും അതുപോലെ തന്നെ റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എ ബി. അതായത് ദിസ് ഈസ് ദ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എ ബി ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഇനി നമുക്ക് ഒറിജിനൽ ഇക്വേഷനിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു therefore alpha is equal to tau divided by I ആണ്. and torque is given as 43 into 10 raised to 5. 43 into 10 raised to 5. അത് ഇനി നമുക്ക് കൺവേർഷൻ നടത്താം. കാരണം ഡൈൻ സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഡൈൻ എന്ന് പറഞ്ഞാൽ 10 raised to -5 ന്യൂട്ടൺ ആണ്. ഇൻറ്റു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 raised to -2 മീറ്റർ. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ ഇത് നമുക്ക് 39 into 10 raised to 4 into ഗ്രാം, കിലോഗ്രാം ഒക്കെ 10 raised to -3, സെൻറ്റിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയർ ആക്കുമ്പോൾ 10 raised to -4. ഓക്കെ, സെറ്റ്. അപ്പോൾ 10 raised to 5 10 raised to -5 കട്ട് ചെയ്തു. 10 raised to 4 10 raised to -4 കട്ട്. 10 raised to -2 10 raised to -3 കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 10 raised to -1. ഓക്കെ, therefore ബാക്കി എന്താ ഉള്ളത്? ബാക്കി നിങ്ങൾക്കുള്ളത് അറ്റ് 430 അല്ലേ. 10 raised to -1ൻ്റെ മേലെ കൊടുക്കുക. അപ്പോൾ 430 ഡിവൈഡഡ് ബൈ 39. 430 ഡിവൈഡഡ് ബൈ 39. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാം. ഓപ്ഷൻസ് തമ്മിൽ നല്ല വേരിയേഷൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അപ്രോക്സിമേറ്റ് ചെയ്യാം. 430ൽ 40 നോക്കിക്കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല. നമുക്ക് ദ ആൻസർ ദിസ് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി 11 നമുക്ക് കിട്ടും. യെസ് അല്ലേ, ഇറ്റ്സ് 11. കാരണം 430ൽ 40 നോക്കൂ, 10 അല്ലേ. 430ൽ 40 നമുക്ക് 10 കിട്ടും. ഓക്കെ, റെഡി. അപ്പോൾ ദ ആൻസർ ഈസ്, ദ ഫൈനൽ ആൻസർ ഈസ് ഓപ്ഷൻ 2. എല്ലാവരും നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മൾ ടൈം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓപ്ഷൻ 2 11 ഈസ് ദ ഫൈനൽ ആൻസർ.